പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലെ അവസാന വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ജുബോട്ട് മൈ സെൽഫ് ഹംസത്ത് ലിബാനേക്ക്. അപ്പോൾ നമ്മുടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിലെ ലാസ്റ്റത്തെ ചാപ്റ്ററാണ്. അവിടുത്തെ ഷുവർ ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ ദ ഡിസൊല്യൂഷൻ ഓഫ് ഫേം, ഒരു ഫേം ഡിസൊല്യൂട്ട് ആകുന്ന സമയത്ത് ഏത് ലയബിലിറ്റി ആരുടെ ബാധ്യതയാണ്? താഴെ പറയുന്ന 4 ലയബിലിറ്റി ബാധ്യതയുണ്ട്. അതിൽ ഏത് ബാധ്യതയാണ് ആദ്യം കൊടുക്കേണ്ടത്? പാർട്ട്നേഴ്സ് ലോൺ അല്ല, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അല്ല, നൺ ഓഫ് ദ അല്ല, ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ്. ആദ്യം കൊടുക്കേണ്ടത് ഇതാണ്. രണ്ടാമത്തത് പാർട്ട്നേഴ്സിന്റെ ലോൺ ആണ്. മൂന്നാമത്തതാണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ. ഇനി ബാലൻസ് ഉണ്ടെങ്കിൽ അതും പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് വീതിച്ചു കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈ ദ സിറ്റുവേഷൻ വെർ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് നോട്ട് കമ്പൽസറി ഡിസൊല്യൂട്ട്. കമ്പൽസറി ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിർബന്ധിത സാഹചര്യം വരും ഡിസൊല്യൂട്ട് ചെയ്യാണ്ടേ. സോ നിർബന്ധിതമായ ഡിസൊല്യൂഷൻ അല്ലാത്ത രീതിയിലുള്ള ഡിസൊല്യൂഷൻ ഏതാണെന്നാണ് ചോദിച്ചത്. സോ വെൻ എ പാർട്ട്ണർ ഗിവ്സ് എ നോട്ടീസ് ഇൻ റൈറ്റിംഗ്. സോ വെൻ ഒരാൾ നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ അത് ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് ആണ്. സോ അപ്പം ഇതാണ് ആൻസർ. ബാക്കിയുള്ള 3 കേസസും എന്താണ്? കമ്പൽസറി ഡിസൊല്യൂഷന്റെ എക്സാമ്പിൾസ് ആണ്. വെൻ എ പാർട്ട്ണർ ഗിവ്സ് എ നോട്ടീസ് ഇൻ റൈറ്റ്, ഇതാണ് ആൻസർ. ദ ബിസിനസ് ഓഫ് ദ ഫേം ഈസ് ടെർമിനേറ്റഡ് വെൻ. ഒരു പാർട്ട്ണർഷിപ്പിലെ ബിസിനസ് അല്ലേ, ആ ഒരു ഫേമിന്റെ ബിസിനസ് മൊത്തം ടെർമിനേറ്റ് ആകും. ഏത് കേസിൽ? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഇത് കണ്ട് എല്ലാവരും ഇത് ആൻസർ പറയും. ഇതല്ല ആൻസർ. എന്താണ്? ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ട്ണർഷിപ്പ് മാത്രമേ ഡിസൊല്യൂട്ട് ആകുന്നുള്ളൂ. അവിടെ ഫേം അല്ലെങ്കിൽ ബിസിനസ് എന്ത് ചെയ്യുന്നില്ല? ഡിസൊല്യൂട്ട് ആകുന്നില്ല. an unrecorded asset realized at the time of dissolution. ഡിസൊല്യൂഷന സമയത്ത് ഒരു അൺറെക്കോർഡഡ് അസറ്റ് ഉണ്ടെങ്കിൽ അത് എങ്ങോട്ടേക്കാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? വളരെ സിമ്പിളാണ്. അത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, an asset is taken over by partner. ഒരു പാർട്ട്ണർ ഒരു അസറ്റ് എടുക്കുമ്പോൾ, ഒരു ബിസിനസ് നിർത്തി പോവാണ്, അപ്പം ഒരു അസറ്റ് ഉണ്ട്, അപ്പം ഞാൻ ആ അസറ്റ്, ആ കാർ എനിക്ക് വേണം, ആ സ്റ്റോക്ക് എനിക്ക് വേണം, അങ്ങനെ ഒരു പാർട്ട്ണർ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ഏത് അക്കൗണ്ടിലേക്കാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ്. പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഒരു ഡിസൊല്യൂഷന സമയത്ത് ഏത് ഓർഡറിലാണ് ഡിസൊല്യൂഷനിലെ അസറ്റിനെ അപ്ലൈ ചെയ്യുന്നത്? അഥവാ നമ്മളൊരു അസറ്റ് വിറ്റ്, നമുക്ക് കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട് അല്ലേ, ഡിസൊല്യൂഷൻ സമയത്ത് അസറ്റ് റിയലൈസ് ചെയ്ത് ക്യാഷ് കിട്ടും. ആ ക്യാഷ് ഏത് ഓർഡറിലാണ് നമ്മൾ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കേണ്ടത്? വളരെ സിമ്പിളാണ്. ഫസ്റ്റ് എന്ത് ചെയ്യണം? തേർഡ് പാർട്ടി ലയബിലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം കൊടുക്കേണ്ടത്. പിന്നെ പാർട്ട്നേഴ്സിൻ്റെ ലോണോ പാർട്ട്നേഴ്സിൻ്റെ വൈഫിൻ്റെ ലോണോ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അതിനുശേഷമാണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കൊടുക്കേണ്ടത്. അതെങ്ങനെയാണ്? ക്യാപിറ്റൽ ബാലൻസിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ബാക്കിയുള്ള തുക വീതിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ടും ബാലൻസ് കയ്യിലുണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സിൻ്റെ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് PSR, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എന്ത് ചെയ്യണം? അവർക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അനൂപും ജോണിയും പാർട്ട്നേഴ്സാണ്. അവരുടെ പ്രോഫിറ്റ്സ് ആൻഡ് ലോസിൻ്റെ റേഷ്യോ 3:2 ആണ്. ഫേം എന്ത് ചെയ്തു? ഡിസോൾവ് ആയി. സോ ഏതൊക്കെ കേസിലാണോ? ഇവിടെ റേഷ്യോവും ആളുടെ പേരൊക്കെ വെറുതെ തന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? മെൻഷൻ എനി 4 ways ഓഫ് ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷൻ ഏതെങ്കിലും 4 വഴികൾ പറയാൻ. ഒരുപാട് വഴിയുണ്ട്. ഡിസൊല്യൂഷൻ ബൈ അഗ്രിമെൻ്റ് ഉണ്ട്, കമ്പൽസറി ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് ഉണ്ട്, ഡിസൊല്യൂഷൻ ബൈ കോർട്ട് ഉണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ഡിസൊല്യൂഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 4 ഡിസൊല്യൂഷൻ എഴുതിയാൽ മതി കേട്ടോ. ഇത് 1 മാർക്ക് 2 മാർക്കിന് ചോദിക്കുന്ന തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് ഒരുപാട് എക്സാമിന് ഈ ഒരു ചാപ്റ്ററിന് ചോദിച്ച ചോദ്യമാണ്. ഫേമും പാർട്ട്ണർഷിപ്പും അഥവാ ഡിസൊല്യൂഷൻ്റെ സമയത്ത് ഫേം ഡിസൊല്യൂട്ട് ആകുന്നതും പാർട്ട്ണർഷിപ്പ് ഡിസൊല്യൂട്ട് ആകുന്ന 2 കേസുണ്ട്. ആ 2 കേസിൻ്റെയും ഡിഫറൻസുകളാണ് നോക്കേണ്ടത്. സോ നോക്കാം. ടെർമിനേഷൻ ഓഫ് ബിസിനസ് ടെർമിനേറ്റ് ആവുമോ? ബിസിനസ് ടെർമിനേറ്റ് ആവുമോ? പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ ഒരിക്കലും ബിസിനസ് ടെർമിനേറ്റ് ആവില്ല. പക്ഷേ ഫേം ഡിസൊല്യൂട്ട് ആകുമ്പോൾ ആ ഒരു ബിസിനസ്സും എന്താകും? ടെർമിനേറ്റ് ആകും. എന്താ ടെർമിനേറ്റ് എന്ന് പറഞ്ഞാൽ? അത് എൻഡ് ആകും. അതെന്ത് ചെയ്യും? അവിടെ നിൽക്കും. നെക്സ്റ്റ്, അസറ്റ്സും ലയബിലിറ്റീസിനെയും എന്ത് ചെയ്യും? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ അസറ്റും ലയബിലിറ്റീസിനെയും നമ്മൾ എന്ത് ചെയ്യും? റീവാല്യൂ ചെയ്ത് പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. പക്ഷേ ഫേം ഡിസൊല്യൂട്ട് ആകുമ്പോൾ അസറ്റ് എന്ത് ചെയ്യും? വിറ്റ് ഒഴിവാക്കും, സോൾഡ് ചെയ്യും. ലയബിലിറ്റീസിനെ പേ ഓഫ് ചെയ്യും. പെയ്ഡ് എന്ത് ചെയ്യും? നമ്മൾ കൊടുത്ത് ഒഴിവാക്കും. കോടതി ഇടപെടുന്ന കേസ് ഉണ്ടാകുമോ? എപ്പോഴാണ് കോടതി ഇടപെടുക? ഒരു പാർട്ട്ണർഷിപ്പ് ഡിസൊല്യൂട്ട് ആകുന്ന സമയത്ത് ഒരിക്കലും കോടതി ഇടപെടില്ല. കാരണം എന്താ? അവിടെ കോടതി ഇടപെടേണ്ട ആവശ്യമില്ല. അവർക്ക് ഒരാൾ അഡ്മിറ്റ് ചെയ്യുന്നത് റിട്ടയർ ചെയ്യുന്നത് വിഷയമല്ല. പക്ഷേ ഡിസൊല്യൂഷൻ്റെ കേസിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ കോടതി ഇടപെടും. എന്താണ്? നമ്മുടെ കോടതി ഇടപെടുന്ന കേസിലെ ഡിസൊല്യൂഷൻ ഉണ്ട്. എല്ലാ സമയത്തും ഉണ്ടാവില്ല. ചില കേസിൽ കോടതി വേണമെങ്കിൽ ചിലപ്പോൾ ഇടപെടും. എക്കണോമിക് റിലേഷൻഷിപ്പ് അഥവാ സാമ്പത്തികമായ റിലേഷൻഷിപ്പ് എന്താ സ്ഥിതി? നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഡിസൊല്യൂട്ട് ആകുമ്പോൾ എക്കണോമിക് റിലേഷൻഷിപ്പിൽ ഒരു വിഷയവും വരില്ല. അതെന്ത് ചെയ്യും? അത് അവിടെ മുന്നോട്ട് പോകും. എങ്ങനെ? ഇന്നെ ചേഞ്ച്ഡ് ഫോം, അതായത് നമ്മുടെ റിലേഷൻഷിപ്പിൽ ചേഞ്ച് വരും. ചേഞ്ച് ചെയ്തിട്ട് പുതിയ ഫോമിൽ എന്ത് ചെയ്യും? അവർ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ഫേം ഡിസൊല്യൂട്ട് ആകുമ്പോൾ അവിടെ എക്കണോമിക് റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി എൻഡ് ആകും. എന്താകും? അവിടെ കംപ്ലീറ്റ്ലി ആ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയി പോകുന്ന കേസാണ് വരുന്നത്. നെക്സ്റ്റ്,
ബുക്സ് ക്ലോസ് ചെയ്യും, ഒരിക്കലും ബുക്സ് ക്ലോസ് ചെയ്യില്ല. അത് നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നില്ലേ, പക്ഷേ ഈ കേസിൽ ബുക്സ് ക്ലോസ് ചെയ്യും, ക്യാഷ് അക്കൗണ്ട് 0 ആയിട്ട് ടാലി ആയി മാറും. പിന്നെ എന്തുണ്ട്, അതർ ഡിസ്ട്രിബ്യൂഷൻ അഥവാ മറ്റ് ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കും. ഒരു ഫേം ഡിസ്ട്രിബ്യൂട്ട് ആകുമ്പോൾ ആ ഫേം മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ആവുകയുള്ളൂ. പക്ഷേ ഒരു പാർട്ട്ണർഷിപ്പ് ഒരു പാർട്ട്ണർഷിപ്പ് ഡിസ്ട്രിബ്യൂട്ട് ആകുമ്പോൾ പാർട്ട്ണർഷിപ്പ് മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ആവുള്ളൂ, ഫേം ഡിസ്ട്രിബ്യൂട്ട് ആവില്ല. പക്ഷേ ഒരു ഫേം ഡിസ്ട്രിബ്യൂട്ട് ആകുമ്പോൾ ഫേം ആസ് വെൽ ആസ് എന്താണ് ഫേം ഡിസ്ട്രിബ്യൂട്ട് ആകും, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പും എന്താകും ഡിസ്ട്രിബ്യൂട്ട് ആകുന്ന കേസാണ് ഫേമിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ. സെറ്റല്ലേ? ഇനി ലാസ്റ്റ് ഈ ചാപ്റ്ററിന് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത്, 8 മാർക്കിൻ്റെ ഫുൾ ഫ്ലെഡ്ജഡ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി, അല്ലെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട്. സോ ആ ഒരു പോർഷനിലേക്ക് പോകാം. താഴെ പറയുന്ന 5 ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഈ ട്രാൻസാക്ഷൻ്റെ കേസിൽ ജേണൽ എൻട്രീസ് എന്താണെന്ന് നോക്കാം. 1, ഡിസൊല്യൂഷൻ എക്സ്പെൻസ് 800 വാസ് പെയ്ഡ് ബൈ വൈ. അപ്പോൾ എന്ത് ചെയ്യണം, പാർട്ട്ണർ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യണം, റിയലൈസേഷൻ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യണം. സോ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട്. രണ്ടാമത്തത് അൺറെക്കോർഡ് അസറ്റ് 3000 റിയലൈസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ റിയലൈസേഷൻ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അൺറെക്കോർഡ് അസറ്റ് വരുമ്പോൾ എന്തിനെ ഡെബിറ്റ് ചെയ്യണം, വളരെ സിമ്പിളാണ്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് റിയലൈസേഷൻ. കാരണം അസറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അക്കൗണ്ട് ചെയ്യുന്നില്ല. ആ അസറ്റ് റിയലൈസ് ചെയ്യുന്ന കേസ് മാത്രം, അഥവാ അതിൽ ക്യാഷ് കിട്ടുന്ന കേസ് മാത്രം നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നുള്ളൂ. റിയലൈസ് എന്ന് പറഞ്ഞാൽ എന്താ, അത് വിറ്റൊഴിവാകുന്നതാണ് റിയലൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്റ്റോക്ക് 5000 ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്ത സ്റ്റോക്കാണ് എവിടേക്ക്, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക്. അത് എക്സ് ഏറ്റെടുത്തു. അപ്പോൾ എക്സിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. എന്നിട്ട് എന്തിനെ ക്രെഡിറ്റ് ചെയ്യണം, സ്റ്റോക്കിനെയാണോ, അല്ല, എന്തിനെയാണ്, റിയലൈസേഷനെ ക്രെഡിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് റിയലൈസേഷൻ അക്കൗണ്ട്. ക്രെഡിറ്റർ ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്ത ഒരു ക്രെഡിറ്ററെ അതെന്ത് ചെയ്തു, നമ്മളെന്ത് ചെയ്തു, ആ റിയലൈസേഷൻ വെർ പെയ്ഡ്, അത് പേ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം, ക്യാഷ് പോകുമ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. എന്താണ്, ക്രെഡിറ്റർക്കാണ് ക്യാഷ് കൊടുത്തത്. അപ്പോൾ ക്രെഡിറ്റർ ഡെബിറ്റ് ചെയ്യണോ, അല്ല, റിയലൈസേഷനെ ഡെബിറ്റ് ചെയ്യണം. റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ക്യാഷ് അക്കൗണ്ട്. ലാസ്റ്റ് വൺ എന്താ, ലോസ് ഉണ്ട് 3000 ലോസ്. അതെന്ത് ചെയ്തു, 3:2 ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പം 1800ഉം 1200ഉം എക്സിനും വൈക്കും. അപ്പോൾ എന്താ എൻട്രി വരിക, എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 1800, വൈ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 1200 ടു റിയലൈസേഷൻ 3000 രൂപ. നമ്മൾ എന്ത് ചെയ്തു, റിയലൈസേഷൻ ലോസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ്, ഗ്രീൻ ആൻഡ് റെഡ് വർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് 3:1 കേട്ടോ. അവരുടെ ബാലൻസ് ഷീറ്റാണ് താഴെ കാണുന്നത്, കണ്ടോ. അസറ്റ് ഇത്ര അസറ്റ് ഉണ്ട്, ലയബിലിറ്റി ആകെ ലോണും ക്രെഡിറ്ററും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഡിസോൾവ് ആകുമ്പം ഗ്രീൻ എന്ത് ചെയ്തു, പ്ലാന്റ് ആൻഡ് മെഷീനറി 60000 രൂപയ്ക്ക് ഏറ്റെടുത്തു. അതുപോലെ സ്റ്റോക്കും ഫർണിച്ചറും എന്ത് ചെയ്തു, 42000 രൂപക്കും 13900 രൂപക്കും വിറ്റ് ഒഴിവാക്കി. ഡെപ്റ്റേഴ്സിനെ റെഡ് എടുത്തത് 69000 രൂപയ്ക്ക്. ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്തു, ക്രെഡിറ്റേഴ്സിന് 9,900 ഡിസ്കൗണ്ട് കിട്ടി. അപ്പം ബാക്കി എമൗണ്ട് എന്ത് ചെയ്തു, നമ്മൾ കൊടുത്തതെന്നാണ് അതിനർത്ഥം. ഗ്രീൻ എന്ത് ചെയ്തു, ഗ്രീൻ ഏറ്റെടുത്തു. റിയലൈസേഷൻ എക്സ്പെൻസ് 1600 അപ്പോൾ എന്ത് ചെയ്യണം, നെസസറി ലെഡ്ജർ അക്കൗണ്ട് എന്തൊക്കെയാണ്, ക്യാപിറ്റൽ അക്കൗണ്ട്, റിയലൈസേഷൻ അക്കൗണ്ടും അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഈ അസറ്റ് ഒക്കെ എടുത്ത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് പ്രിപ്പയർ ചെയ്യണം, റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ അസറ്റും ഈ ലയബിലിറ്റിയും അങ്ങോട്ടേക്ക് മാറ്റണം. സോ സ്റ്റോക്ക്, ഫർണിച്ചർ, ഡെപ്റ്റർ, പ്ലാന്റ്, മെഷീനറി, ലോൺ, ക്രെഡിറ്റർ ഇത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റാം. സ്റ്റോക്ക് 45000, ഫർണിച്ചർ 16000, ഡെപ്റ്റർ 20000, പ്ലാന്റ് ആൻഡ് മെഷീനറി 52,000. അത് എവിടുന്ന് എടുത്തത്, കണ്ടോ, ഈ സെയിം വാല്യൂ അവിടെ എഴുതിയാൽ മതി, വേറെ ഒരു മാറ്റവും ഇല്ല, ഈ സെയിം വാല്യൂ. ഇനി എന്ത് ചെയ്യണം, ലോൺ, ക്രെഡിറ്റർ 12000, 18000. സോ ലോൺ ഇവിടെ, ക്രെഡിറ്റർ ഇവിടെ, രണ്ടും ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് ഇത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, റിയലൈസേഷൻ്റെ പകുതി മാർക്ക് കിട്ടും. ഇനി നമുക്ക് നോക്കാം. ഗ്രീൻ എന്ത് ചെയ്തു, 60000 രൂപയ്ക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി എടുത്തു. അപ്പോൾ എന്ത് ചെയ്യണം, ഗ്രീനെ ക്രെഡിറ്റ് ചെയ്യണം. ഗ്രീനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. എത്ര, 60000 രൂപയ്ക്ക് ഗ്രീൻ എന്ത് ചെയ്തു, നമ്മുടെ ലോൺ ഏറ്റെടുത്തു. ഇനി എന്തുണ്ട്, ലോണല്ല, പ്ലാന്റ് ആൻഡ് മെഷീനറി ഏറ്റെടുത്തു. സ്റ്റോക്കും ഫർണിച്ചറും 42000, 13000. അപ്പം 61,900. 61,900 ക്യാഷ് കിട്ടി അല്ലേ. സോ 61,900 എന്ത് ചെയ്തു, ക്യാഷ് കിട്ടി. സോ ഇതെന്താ, 55,900. എത്രയാണ്, 42ഉം 13ഉം 42,000 പ്ലസ് 13,900 എത്ര കിട്ടും, 55,900 കിട്ടും. സോ 55,900 എന്ത് ചെയ്തു, നമുക്ക് ക്യാഷ് കിട്ടി. സോ ക്യാഷ് അക്കൗണ്ട് എത്രയാണ്, 55,900 കിട്ടി. നെക്സ്റ്റ് എന്താ ഉള്ളത്, നമ്മുടെ ക്രെഡിറ്റേഴ്സ്, ഡെപ്റ്റേഴ്സിനെ റെഡ് എടുത്തിട്ട് 69,000. സോ റെഡിനെ ക്യാപിറ്റലിനെ 69,000 ഇവിടെ ക്രെഡിറ്റ് ചെയ്തു. ഇനി എന്താ ഉള്ളത്, ഇനി ലയബിലിറ്റീസ് എങ്ങനെ കൊടുത്തു ഒഴിവാക്കിയത്, ക്രെഡിറ്റേഴ്സിന് 900 ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ മൊത്തം വാല്യൂ എത്രയും, ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ 18,000. അപ്പോൾ 18,900 കുറച്ച് ബാക്കി എത്ര, 17,100 ക്യാഷ് കൊടുത്തു. സോ 17,100 ക്രെഡിറ്റേഴ്സിന് കൊടുത്തു, ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്. നെക്സ്റ്റ് എന്തുണ്ട്, 12,000 രൂപയ്ക്ക് എന്ത് ചെയ്തു, നമ്മുടെ ലോൺ എടുത്തു. ലോൺ ആരെടുത്തു, ഗ്രീൻ എടുത്തു. സോ ഗ്രീന് ലോൺ എത്ര വാല്യൂ, 12,000. സോ ലോൺ ഗ്രീൻ എടുത്തു. സോ ഗ്രീനെ ഡെബിറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്താ ഉള്ളത്, 1600 റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ട്. സോ റിയലൈസേഷൻ എക്സ്പെൻസ് ക്യാഷ് കൊടുത്തു 1600. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ 22,14,900 ഉണ്ടാകും. ഇവിടെ എത്രയുള്ളത്, ഇവിടെ 2,10,14,900
12,100 അപ്പം 12,100 ഇന്ന് മൈനസ് ചെയ്യുമ്പം 2,800 കിട്ടും. 1,200 കിട്ടും. അതോ സോറി 1,800 അല്ല 1,600 അല്ല 1,200. നമ്മുടെ ടോട്ടൽ ഇവിടെ 2,14,900. അതിന്ന് 2,13,700 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1,200 നമ്മുടെ റിയലൈസേഷൻ്റെ പ്രോഫിറ്റ്. അതെന്ത് ചെയ്യണം? റിയലൈസേഷൻ്റെ പ്രോഫിറ്റ് ഗ്രീനും റെഡിനും ട്രാൻസ്ഫർ ചെയ്യുക. എങ്ങനെ? അവരെ റേഷ്യോ 3:2 3:2 നമ്മൾ എന്ത് ചെയ്യണം? അത് 3:1 ട്രാൻസ്ഫർ ചെയ്യണം. സോ 3:1 എന്ന് പറയുമ്പം 1,200 ഇൻറ്റു 3/4 ഇൻറ്റു 1/4 900 300 നമ്മുടെ ഗ്രീനും റെഡിനും കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് എത്രയാണ്? 1,10 68,000 സോ ഗ്രീന് 1,10 ഉണ്ടാകും, റെഡിന് 68 ഉണ്ടാകും. റിയലൈസേഷൻ്റെ കേസിൽ എന്തൊക്കെ വരും? റിയലൈസേഷനിൽ 60,000 ഗ്രീൻ്റെ ക്യാപിറ്റലിൽ ഇവിടെ ക്രെഡിറ്റ്, അപ്പോൾ അവിടെ ഡെബിറ്റ്. ഇവിടെ ഗ്രീനിന് 60ഉം റെഡിന് 69,000. സോ ഗ്രീനിന് 60,000 റെഡിന് 69,000. ഇവിടെ ക്രെഡിറ്റ് ആകുമ്പം ഇവിടെ ഡെബിറ്റ് കൊടുക്കണം. ഇനി എന്തുണ്ട്? ഇവിടെ ഗ്രീൻ്റെത് 12,000, റെഡ് 9,000, ഗ്രീന് 900. സോ 12,900 അല്ലേ? 12,000 റിയലൈസേഷനിലേക്ക് വന്നു. അതുപോലെ തന്നെ 9,000 3,000 അതെങ്ങനെ? റിയലൈസേഷൻ്റെ പ്രോഫിറ്റ് ഇത് ലോൺ അക്കൗണ്ട് ഏറ്റെടുത്തത്. ഇത് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ടോട്ടൽ ചെയ്യാം. ഇവിടെ 1,22,900, ഇവിടെ 69,000. ഇനി എന്ത് ചെയ്യണം? ഇവിടെ 69,000 ആണ്, ഇവിടെ 1,22,900 ആണ്. ഡിഫറൻസ് എത്ര ഉണ്ട്? ഇത് രണ്ട് സൈഡിലും എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? ഇവിടെ 69,000 കിട്ടുന്നില്ല, ഇവിടെ 69,000 ഉണ്ട്. ഓപ്പണിംഗ് നമ്മുടെ ഇവിടെ എന്ത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ അസറ്റ് ഏറ്റെടുത്ത്. എന്ത് അസറ്റാണ്? സ്റ്റോക്ക് അല്ല, നമ്മുടെ ഡെപ്റ്ററിനെ റെഡ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഡെപ്റ്റർ റെഡ് എടുത്തപ്പം ആകെ 69,000 വരുന്നുള്ളൂ. സോ ഇവിടെ ഡെബിറ്റ് സൈഡ് കുറവും ഇവിടെ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണ്. അഥവാ ഈ സൈഡാണ് കൂടുതൽ ഡെബിറ്റ് സൈഡ്, ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഡെബിറ്റ് സൈഡും ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻസ് നോക്കാം. ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് എത്രയാണ്? 62,900 ഗ്രീൻ്റെത് അല്ലേ? ഗ്രീൻ്റെത് 62,900 ഡിഫറൻസ് ഉള്ളത്. നമ്മുടെ റെഡിൻ്റെത് 700 ഡിഫറൻസ് ഉള്ളത്. അപ്പം ഇവിടെ എന്താണ്? ഇവിടെ ഡെബിറ്റ് സൈഡ് കുറവാണ്, ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കുറവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഗ്രീനിന് 62,900 അങ്ങോട്ട് കൊടുക്കാനും റെഡ് 700 ഇങ്ങോട്ട് തരാനാണുള്ളത്. അപ്പോൾ നമുക്ക് ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. എങ്ങനെ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം? ക്യാഷിൻ്റെ ബാലൻസ് എത്രയാണ്? ക്യാഷ് ബാലൻസ് 25,000 സോ 25,000 ഉണ്ട് അല്ലേ? 25,000 ക്യാഷിൻ്റെ ബാലൻസ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് 25,000, ക്യാഷിൻ്റെ ബാലൻസ് 25,000. ഇനി നമ്മൾ എന്ത് ചെയ്തു? എന്തൊക്കെയാണ് നമുക്കുള്ളത്? നമ്മൾ അസറ്റ് മൊത്തം വിറ്റപ്പം 55,900 കിട്ടി. സോ 55,900 അല്ലേ? 55,900 ഇവിടെ കിട്ടി. പിന്നെ എന്തുണ്ട്? നമ്മുടെ പാർട്ട്ണർ ഇങ്ങോട്ട് പൈസ തരാം. ആര്? നമ്മുടെ റെഡ് 700 തരാനുണ്ട്. സോ റെഡിൻ്റെ തന്ന 700 ഇങ്ങോട്ടേ കിട്ടി. അസറ്റ് വിറ്റപ്പം കിട്ടിയ പൈസയും. ക്രെഡിറ്റർക്ക് കൊടുത്തു എത്ര? 17,100 ക്രെഡിറ്റർ കൊടുത്തു. പിന്നെ നമ്മുടെ ഗ്രീന് 62,900 കൊടുത്തു. അതുപോലെ റിയലൈസേഷൻ എക്സ്പെൻസ് 1,600 കൊടുത്തു. ടോട്ടൽ വരുമ്പം 81,900 വരും. ഈ സൈഡിലും 81,900. രണ്ട് സൈഡും ഈക്വലാണ്. ഒന്നെങ്കിൽ ഇതേപോലത്തെ 8 മാർക്കിന് ചോദ്യം ചോദിക്കും. ഇനി അല്ലെങ്കിൽ ഈ റിയലൈസേഷൻ അക്കൗണ്ട് മാത്രം 5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കും. ഇതാണ് ഈ ചാപ്റ്ററിന് വരുന്ന പ്രോബ്ലം ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ കണ്ടോ ഈ ജേണൽ എൻട്രി വരും. ഈ ജേണൽ എൻട്രി ചിലപ്പോൾ 4 5 മാർക്കിന് വരിക. ചില ക്വസ്റ്റ്യനിൽ 8 മാർക്കിന് വരെ ഈ ജേണൽ എൻട്രി ചോദിക്കാറുണ്ട്. സെറ്റല്ലേ? ഈ ചാപ്റ്റർ ഓക്കെ ആണോ? ഇതേപോലെയാണ് എല്ലാ ചാപ്റ്ററിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസും നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. സെറ്റല്ലേ? അപ്പോൾ മക്കളെ ഓൾ ദ ബെസ്റ്റ്.